ഈ തിരക്ക് കണ്ടിട്ട് അത് നിയന്ത്രിക്കുക അത്ര എളുപ്പമുള്ള പണിയല്ലെന്ന് നമുക്കറിയാം. ഏത് രീതിയിലാണ് അവിടെ എന്താണ് ഇപ്പോൾ സംഭവിക്കുന്നത്? സ്മിത, ഈ നമ്മൾ നിൽക്കുന്ന ഈ ജില്ലാ കമ്മിറ്റി ഓഫീസിനകത്ത് അസാധാരണമായ തിരക്കാണ്. അതിൽ ഇത്രയും ആളുകളെ പ്രതീക്ഷിച്ച് അങ്ങനെ ക്രമീകരണമൊന്നും ഇതിനകത്ത് ഏർപ്പെടുത്തിയിരുന്നില്ല. പക്ഷേ ഇപ്പോൾ വലിയ തിരക്കാണ്. ധാരാളം ആളുകൾ ഈ നിയന്ത്രണങ്ങളൊക്കെ മറികടന്ന് ഇതിനകത്തേക്ക് റീത്തുകളും ഒക്കെയായി കടന്നു വന്നിട്ടുണ്ട്. അവരെ നിയന്ത്രിക്കാൻ റെഡ് വോളണ്ടിയേഴ്സിന് വലിയ പ്രയാസമാണ്. ഇതിൽ ഈ തിക്കിലും തിരക്കിലും പലരും താഴെ വീഴുന്നതുമൊക്കെ ഇതിനിടയിൽ നമ്മൾ കണ്ടു. നമ്മളുടെ വി എസ് ആണ്, നമ്മളുടെ വി എസിനെയാണ് കൊണ്ടുവരുന്നത് എന്നൊക്കെ സ്നേഹബുദ്ധിയായി ഇവിടെ ജില്ലാ സെക്രട്ടറി പലതവണ മൈക്കിലൂടെ വിളിച്ചു പറയുന്നുണ്ടായിരുന്നു. പക്ഷേ അതൊന്നും ഇവിടുത്തെ പ്രവർത്തകർ കേട്ട മട്ടില്ല. നേരത്തെ ജില്ലാ കമ്മിറ്റി അംഗങ്ങളും ജില്ലാ സെക്രട്ടേറിയറ്റ് അംഗങ്ങളും ഏരിയ സെക്രട്ടറിമാരും പ്രത്യേകം ഒരു യോഗം ചേർന്ന് ഈ ക്രമീകരണങ്ങൾ എങ്ങനെ മുന്നോട്ട് കൊണ്ടുപോകണമെന്ന് വിലയിരുത്തി. അരമണിക്കൂർ കഷ്ടിച്ചേ ഇവിടെ ഉള്ളൂ എങ്കിൽ പോലും ആ സമയം പോലും എങ്ങനെ ഇത് നിയന്ത്രിക്കാൻ പറ്റുമെന്നറിയില്ല. ഇപ്പോൾ സംസ്ഥാന സമിതി അംഗങ്ങൾ, സംസ്ഥാന സെക്രട്ടേറിയറ്റ് അംഗങ്ങൾ, ഇപ്പോൾ എം വി ജയരാജനെ പോലെയൊക്കെയുള്ള ഇത്തരം സമയത്ത് ക്രൈസിസ് മാനേജറായി വരാറുള്ള ഒരാളാണ് എം വി ജയരാജനൊക്കെ ഇപ്പോൾ അവിടെ പുറത്തിറങ്ങി അവിടെ ഇവിടെ താൽക്കാലിക പന്തൽ ഉണ്ടാക്കിയിട്ടുണ്ടായിരുന്നു. ആ പന്തലിന് അകത്തൂടെ നടന്ന് ഈ പ്രവർത്തകരെ ശാന്തരാക്കാൻ ശ്രമിക്കുന്നുണ്ട്. റെഡ് വോളണ്ടിയേഴ്സുമായി ഈ പ്രവർത്തകരിൽ അല്ലെങ്കിൽ ഇവിടെ എത്തിയ വി എസിനെ കാണാൻ എത്തിയവരിൽ ഒരു വിഭാഗം തർക്കിക്കുകയും ഒക്കെ ചെയ്യുന്നത് നമ്മൾ അതിനിടയിൽ കണ്ടു. അപ്പോൾ അത് നിയന്ത്രിക്കാനാണ് ഇപ്പോൾ വലിയ പ്രയാസമുണ്ടായത്. ആ സമയത്താണ് ഇപ്പോൾ പ്രധാനപ്പെട്ട നേതാക്കൾ, ഇപ്പോൾ മുതിർന്ന നേതാക്കൾ തന്നെ രംഗത്തിറങ്ങി, ദൃശ്യങ്ങളിൽ കാണാം, മുതിർന്ന നേതാക്കളൊക്കെ തന്നെ രംഗത്തിറങ്ങി ഈ പ്രവർത്തകരെ ശാന്തരാക്കാൻ ശ്രമിക്കുന്നുണ്ട്. ഘടകം എന്താണ് മറ്റേ സെബാസ്റ്റ്യൻ പോൾ പോലെയൊക്കെയുള്ള പ്രധാനപ്പെട്ട നേതാക്കൾ അവിടെ, മന്ത്രി പി രാജീവൊക്കെ കാണാം, അവരൊക്കെ ഇരുന്ന സീറ്റിൽ നിന്ന് എഴുന്നേറ്റ് നിൽക്കുകയാണ്. കാരണം അവിടേക്ക് എനിക്ക് തോന്നുന്നു അവിടേക്കൊക്കെ ഈ തിരക്ക് ആളുകളുടെ ഒരു തള്ളിക്കയറ്റം ഉണ്ടായി എന്നാണ് തോന്നുന്നത്. അപ്പോൾ അവരെയൊക്കെ അനുനയിപ്പിച്ച് അതത് സീറ്റുകളിൽ ഇരുത്താൻ വേണ്ടി ശ്രമിക്കുകയും ഒക്കെ ചെയ്യുന്നുണ്ട്. ഇപ്പോൾ വീണ്ടും ജില്ലാ സെക്രട്ടറിയും മന്ത്രി സജി ചെറിയാനും ഒക്കെ ഇവിടെ പ്രവർത്തകരോട് ശാന്തരായി നിൽക്കണം, മാറി നിൽക്കണം, വഴി കൊടുക്കണം എന്നൊക്കെ പറയുന്നുണ്ട്. പക്ഷേ അത് വിജയിക്കുന്നുണ്ടോ എന്ന് എനിക്കറിയില്ല. ഇത് വി എസിനെ കാണാൻ എത്തിയവരുടെ ഒരു അതിവൈകാരിക പ്രതികരണം കൂടിയാണെന്ന് എനിക്ക് തോന്നുന്നു. കാരണം ഇതിൽ നമ്മളിവിടെ രാവിലെ ഒരു 6:45 ഈ ജില്ലാ കമ്മിറ്റി ഓഫീസിലെത്തിയത്. ആ സമയം അതിനു മുമ്പ് തൊട്ട് ഇവിടെ ക്യൂവിൽ ആളുകൾ നിൽക്കുന്നുണ്ടായിരുന്നു. അതും ഈ വടക്കൻ കേരളത്തിൽ നിന്നൊക്കെ ഇന്നലെ തന്നെ എത്തി ഉറക്കമില്ലാതെ കൃത്യമായ ഭക്ഷണമൊന്നും കഴിക്കാതെയൊക്കെ ഇവിടെ ക്യൂവിൽ നിൽക്കുന്ന ആളുകളാണ്. അപ്പോൾ ഇവിടെ ഉച്ചയ്ക്ക് ശേഷം ഇന്ന് ഹർത്താൽ സമാന സാഹചര്യമാണ്. അതായത് കടകൾ അടച്ച വി എസിനോടുള്ള ആദരസൂചകമായി വ്യാപാരികളൊക്കെ അതിൽ പങ്കുചേരുന്നുണ്ട്. അപ്പോൾ ഭക്ഷണം കിട്ടാനില്ല, വെള്ളം കിട്ടണമെന്നില്ല. അപ്പോൾ ആഹാരമൊന്നുമില്ലാതെ ഇങ്ങനെ കാത്തു നിൽക്കുന്നവർ ഒരു നിമിഷം അവരുടെ അവരുടെ വൈകാരിക പ്രതികരണമൊക്കെ ആയിരിക്കാം ഇതിൽ കണ്ടത്. എന്തായാലും ഇവിടെ എത്തിയവർക്കെല്ലാം വി എസിനെ കാണാൻ അവസരമൊരുക്കും എന്നൊക്കെ ഇപ്പോൾ ജില്ലാ സെക്രട്ടറി ഇങ്ങനെ തുടർച്ചയായി പറയുന്നുണ്ട്. നമ്മൾ ദൃശ്യങ്ങളിൽ കാണുന്നുണ്ട് ഈ പ്രധാനപ്പെട്ട നേതാക്കളൊക്കെ ഇടപെട്ട് ഈ പ്രവർത്തകരെ ശാന്തരാക്കുന്നതും കുറേ പേരെ അവിടെ നിന്ന് മറ്റു സ്ഥലത്തേക്ക് മാറ്റുന്നതും ഒക്കെ നമ്മൾ കാണുന്നുണ്ട്. ഒരു വഴി നേരത്തെ ഒഴുക്കിയിരുന്നു. ഇപ്പോൾ എം വി ജയരാജൻ നമ്മൾ കാണുന്നുണ്ടല്ലോ, എം വി ജയരാജൻ ഇങ്ങനെ പ്രവർത്തകരെ അല്പം ശാസിച്ച് ഒക്കെ അവിടെ നിന്ന് മാറ്റുന്നത് നമ്മൾ കാണുന്നുണ്ടല്ലോ. ആ ദൃശ്യങ്ങളിൽ അത് കാണുന്നുണ്ടെന്നാണ് ഞാൻ കരുതുന്നത്. ഈ മറ്റൊന്നും കൊണ്ടുമല്ല, ഇത് നിയന്ത്രിക്കാൻ കഴിയാതെ വന്നാൽ ഇനിയിപ്പോഴും ആ വിലാപയാത്ര ഇങ്ങോട്ട് കടന്നു വന്നിട്ടില്ല. അത് കടന്നു വരുമ്പോൾ വി എസിൻ്റെ ഭൗതിക ശരീരം നമ്മൾ ഈ കാണുന്ന ഈ വഴിയിലൂടെയാണ് അവിടെ ഒരു വേദി സജ്ജമാക്കിയിട്ടുണ്ട്, അവിടേക്ക് കൊണ്ടുവരേണ്ടത്. അതിനുള്ള സൗകര്യം പോലും ഇപ്പോൾ ഇവിടെ ഇല്ല. അപ്പോൾ റെഡ് വോളണ്ടിയേഴ്സ് ആദ്യം അതൊരു വഴി ഒരുക്കിയതെങ്കിലും പിന്നീട് ആ നിയന്ത്രണം നഷ്ടപ്പെട്ട പ്രവർത്തകർ അവിടേക്ക് എത്തുകയും ചെയ്തു. മുദ്രാവാക്യമൊക്കെ വിളിച്ച് ഇപ്പോഴും ഈ വഴി ഇതിൻ്റെ രണ്ട് ഭാഗത്തുമായി ആളുകൾ നിൽക്കുകയാണ്. ഇതിനകത്തെ അവസ്ഥയാണ്. ഇതിനപ്പുറമാണ് പുറത്ത് കാത്തു നിൽക്കുന്നവരുടെ കാര്യം. അവർ ഗേറ്റ് തുറന്നാൽ അകത്തേക്ക് തള്ളിക്കയറും എന്ന മട്ടിൽ നിൽക്കുകയാണ്. അപ്പോൾ അവരെ അകത്തേക്ക് കടത്തിവിടാൻ തൽക്കാലം നിർവാഹമില്ല എന്നാണ് മനസ്സിലാകുന്നത്. അതിനിടയിൽ അവർക്ക് കൂടി അവസരം കൊടുക്കാമെന്നൊരു തീരുമാനം എടുത്തിരുന്നു. പക്ഷേ അവിടെ നിൽക്കുന്ന ആളുകളുടെ എണ്ണം വളരെ കൂടുതലായതുകൊണ്ട്, അങ്ങനെയാണെങ്കിൽ അത് മണിക്കൂറുകൾ നീളും എന്നതുകൊണ്ട് ആ തീരുമാനത്തിൽ നിന്ന് പിന്മാറിയെന്നാണ് മനസ്സിലാക്കാൻ കഴിയുന്നത്.
ഇപ്പോൾ പോളിറ്റ് ബ്യൂറോ അംഗം വിജയരാഘവൻ ഉൾപ്പെടെയുള്ളവർ അവിടെ ഇറങ്ങി. അതുപോലെ മന്ത്രി പി രാജീവ് ഉണ്ട്, CPM സംസ്ഥാന സെക്രട്ടറി MV ഗോവിന്ദനുണ്ട്, മുഖ്യമന്ത്രി പിണറായി വിജയൻ ഇവിടെ ഈ പറയുന്ന ജില്ലാ കമ്മിറ്റി ഓഫീസിൽ അദ്ദേഹവും ഉണ്ട്. കോൺഗ്രസ് നേതാവ് പ്രവർത്തക സമിതി അംഗവും ISS ജനറൽ സെക്രട്ടറിയുമായ KC വേണുഗോപാലിനെ നമ്മൾ അവിടെ കാണാം. KC വേണുഗോപാൽ അന്തിമോപചാരം അർപ്പിക്കാൻ ഇവിടെ എത്തിയതാണ്. ഇടതുമുന്നണിയുടെയും LDFിന്റെയും UDFിന്റെയും ഒക്കെ പ്രധാന ഘടകകക്ഷി നേതാക്കളൊക്കെ ഇന്നവിടെ PS-നെ കാണാൻ ഇവിടെ എത്തിയിട്ടുണ്ട്. നേരത്തെ CPI നേതാവ് CPI സംസ്ഥാന സെക്രട്ടറി ബിനോയ് വിശ്വം, അതുപോലെ ജോസ് കെ മാണി MV ശ്രേയാംസ് കുമാർ, SNDP ജനറൽ സെക്രട്ടറി വെള്ളാപ്പള്ളി നടേശൻ, ഇവരൊക്കെ അവിടെ വന്നിരുന്നു. അവരൊക്കെ ഈ തിരക്കിൽ പിന്നിൽ അവരുടെ കസേര അതിന് പിന്നിലായി എന്നാണ് ഞാൻ മനസ്സിലാക്കുന്നത്. എന്തായാലും ഇപ്പോൾ ആ സ്ഥിതിഗതികൾ നിയന്ത്രണ വിധേയമാക്കാൻ റെഡ് വോളണ്ടിയേഴ്സിനെയും അതുപോലെ മുതിർന്ന നേതാക്കളൊക്കെ ഇടപെട്ട് അവരെ ശാന്തരാക്കി ഒരു വഴിയൊക്കെ ഒരുക്കിയിട്ടുണ്ട് എന്നാണ് കരുതുന്നത്. ഇനിയിപ്പോൾ ഈ നിലയിലാണെങ്കിൽ ഇപ്പോൾ VS-ന്റെ ഭൗതിക ശരീരം കൊണ്ടുവന്നാൽ ആ വഴിയിലൂടെ അകത്തേക്ക് പോകാൻ കഴിയും. ജില്ലാ കമ്മിറ്റി ഓഫീസിൽ അരമണിക്കൂർ കഷ്ടിച്ച് എന്നുള്ളതായിരുന്നു തീരുമാനം. ഇപ്പോഴത്തെ നിലയിൽ അരമണിക്കൂർ കഷ്ടിച്ച് എന്നുള്ളത് നടപ്പാക്കാൻ കഴിയും എന്ന് തോന്നുന്നില്ല. ഗേറ്റിന് മുന്നിൽ ഇപ്പോൾ നിൽക്കുന്ന പ്രവർത്തകർ സഖാക്കളാണ്, അവർ മാറി നിൽക്കണം എന്ന് തുടർച്ചയായി ജില്ലാ സെക്രട്ടറി അനൗൺസ് ചെയ്യുന്നുണ്ട്. പക്ഷേ നമുക്ക് ആ ദൃശ്യങ്ങൾ കൂടി കാണാൻ കഴിയുന്നുണ്ടാകും. ഗേറ്റിന് പുറത്ത് ഇപ്പോഴും വലിയ തിരക്കാണ്. അവിടെ നിന്ന് പ്രവർത്തകരെ മാറ്റാൻ കഴിയാത്ത തരത്തിൽ അവരിങ്ങനെ അവിടെ നിൽക്കുകയാണ്. അവർ മാറില്ല എന്ന് തന്നെ പറയുന്നുണ്ട്. അവർക്ക് ഇവിടെ VS-നെ കാണണം എന്ന് അവർ ഏതാണ്ടൊരു വാശിയിൽ തന്നെയാണ് നിൽക്കുന്നത്. കാരണം രാവിലെ മുതൽ തന്നെ അവർ അവിടെ ആ ക്യൂവിൻ്റെ ഭാഗമായി നിൽക്കുകയാണ്. അതുകൊണ്ട് ഇത്രയും സമയം നിന്നു, ഇനി VS-നെ കാണാതെ മടങ്ങില്ല എന്നൊക്കെയാണ് അവർ പറയുന്നത്. അതുകൊണ്ട് അവരെ ശാന്തരാക്കാൻ നടത്തിയ ശ്രമങ്ങളൊന്നും വിജയിച്ചിട്ടില്ല. ഇനിയിപ്പോൾ VS-നെ കൊണ്ടുവരുന്ന ആ വാഹനം അതൊരു ബസ്സാണ്. അത് ഈ ഗേറ്റിലൂടെ കടന്ന് പോകുമ്പോൾ ആ ഗേറ്റിനകത്തേക്ക് അവിടെ നിൽക്കുന്ന പ്രവർത്തകരും കൂടി കയറി വരുമോ എന്നൊരാശങ്ക ഇവിടെ കൂടി നിൽക്കുന്ന ഇവിടുത്തെ നേതാക്കൾക്കൊക്കെ ഉണ്ട്. അതുകൊണ്ടാണ് അവർ ആ വാഹനം വരുമ്പോൾ അവിടുന്ന് മാറണം എന്നൊക്കെ പറയുന്നത്. അവിടെയും പോലീസ് വലിയ ക്രമീകരണമൊക്കെ ഏർപ്പെടുത്തുന്നുണ്ട്. ഗേറ്റ് വിജയകുമാർ പറഞ്ഞതുപോലെ ഈ റോഡിന് ഇരുവശവുമുള്ള ആളുകൾ ഇങ്ങനെ തിങ്ങിക്കൂടി ആ വാഹനത്തിന് ചുറ്റും നിൽക്കുന്ന ദൃശ്യങ്ങൾ നമുക്ക് കാണാൻ കഴിയുന്നുണ്ട്. വിജയകുമാർ പറഞ്ഞതുപോലെ അതങ്ങനെ കടന്ന് അങ്ങോട്ട് ഗേറ്റിനകത്തേക്ക് ചെല്ലുമ്പോൾ ഇവരെല്ലാവരും അങ്ങോട്ട് പോയാൽ അതൊരു പ്രത്യേകിച്ച് ഈ ഒരു നിമിഷങ്ങൾ എന്ന് പറഞ്ഞാൽ അവരോട് അങ്ങനെ ശാസനയോടുകൂടിയൊന്നും അവരെ മാറ്റാൻ കഴിയില്ല. വളരെ സംയമനത്തോടു കൂടി തന്നെ ഈ ഒരു വിഷയം കൈകാര്യം ചെയ്യേണ്ടതുണ്ട്.